ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കൂർക്ക കൊണ്ട് ഡിഷാണ്, കൂർക്ക ചിക്കൻ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണിത്. ചിക്കൻ നല്ലോണം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജിഞ്ചർ പേസ്റ്റ്, കൂർക്ക, ഇങ്ങനെയുള്ള ഐറ്റംസ്. നമ്മൾ എണ്ണ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്ത് ചെറുള്ളി ഇട്ടു, കുറച്ച് പച്ചമുളക് ഇട്ടൊന്ന് സോട്ട് ചെയ്തു, അതിനൂടെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടു. നമ്മളത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് നന്നായി വഴറ്റുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് നമ്മൾ തക്കാളി, ഒരു 3 തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തേട്ട് കുറച്ച് പെരിഞ്ജീരകം ഇട്ടു. അതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന കൂർക്ക നമ്മളത് ഇട്ടിട്ട് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളതിനകത്ത് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളതിനകത്തേട്ട് കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് നമ്മളതിനകത്തിട്ട് ആഡ് ചെയ്യാണ്. അത് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അതിന് ശേഷം നമ്മളതിനകത്ത് ബോയിലാവാൻ 1 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ലേശം നമ്മുടെ സ്നേഹം അരിയിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച ശേഷം മൂടി വെച്ചു. ഈ മൂടി വെച്ച് ആവിയിൽ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്യാണ്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പ് നമ്മളിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുത്ത്, ഇപ്പോൾ എല്ലാവരും കണ്ടില്ല നന്നായിട്ട് കുറുകി ഇരിക്കേണ്ടത്. അതിന് നമ്മൾ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, 1-ാം പാലെന്ന് പറയും, തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിങ്ങെടുക്കും. അപ്പോൾ അതിങ്ങനെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റായി. അതിനകത്ത് നമ്മളൊരു പച്ച കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ച് അത് ഫിനിഷ് ചെയ്യും. അപ്പോൾ നമ്മുടെ കൂർക്ക ചിക്കൻ റെഡിയായി. ഇതാണ് നമ്മുടെ കൂർക്ക ചിക്കൻ. നല്ലവണ്ണം നല്ല മസാലയൊക്കെ പെണ്ണിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നമ്മളത് ഒരു ടേബിളിലേക്ക് സെർവ് ചെയ്യാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷായിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നു, തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റി വരുന്നത്. ഇപ്പോൾ നമ്മുടെ കൂർക്ക ചിക്കൻ റെഡിയാണ്. താങ്ക് യു.